ആരായി മനോരമ എന്നറിയോ? കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ താൻ വിഷം കുടിച്ച് മരിക്കും, ആത്മഹത്യ ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള മാമൻ മാപ്പിളയുടെ പത്രം. ആ പത്രത്തിന് സഹിക്കാൻ കഴിയുന്നുണ്ടോ? കാരണം 5 കൊല്ലം തികച്ച് ഭരിക്കാൻ അനുവദിക്കാത്ത ഈ വിരുദ്ധ ശക്തികൾ, വലതുപക്ഷക്കാർ വല്ലാതെ വിഷമത്തിലായിപ്പോ. 5 കൊല്ലം ഭരിച്ചു, വീണ്ടും അധികാരത്തിൽ വരുന്നു. അധികാര തുടർച്ച. കോൺഗ്രസിന് സഹിക്കാൻ പറ്റുന്നില്ല, ലീഗിന് സഹിക്കാൻ പറ്റുന്നില്ല, മനോരമയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല, മാതൃഭൂമിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കേരളത്തിലെ വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. മാർക്സിസ്റ്റ് വിരുദ്ധ ജ്വരം പിടിപെട്ടിട്ട് വിറയൽ തുടങ്ങി. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസവും. മനോരമ നിങ്ങൾ നോക്കൂ, മാതൃഭൂമി നോക്കൂ, ഏഷ്യാനെറ്റ് നോക്കൂ, മറ്റ് ചാനലുകൾ നോക്കൂ. ഇടതുപക്ഷത്തെ ഏത് നിലക്ക് താറടിച്ച് കാണിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഗവേഷണം നടത്തുന്ന ഈ വലതുപക്ഷ മാധ്യമങ്ങൾ എന്തെല്ലാം ആരോപണങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവന്നത് അല്ലേ? ആരോപണങ്ങൾ എല്ലാം സോപ്പ് കുമിള പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോയി. ഏതെങ്കിലും ഒന്ന് നിലനിന്നോ? ആദ്യം പറഞ്ഞു ലാവല്, അത് കുറേ കാലം അതും കൊണ്ട് നടന്നു. ഇപ്പം അത് സുപ്രീം കോടതിയിൽ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. കേസ് പറയാൻ പറ്റുന്നില്ല ആർക്കും അല്ലേ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ പിണറായി വിജയൻ താമസിക്കുന്ന ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസിലേക്ക് സ്വർണം കടത്തി. എങ്ങനെയാ സ്വർണം കടത്തിയത്? നിങ്ങളിൽ പലരും ജ്വല്ലറി പോയി സ്വർണം വാങ്ങാറുണ്ട് അല്ലേ? ആരെങ്കിലും ബിരിയാണി ചെമ്പ് എടുത്തിട്ട് പോകാറുണ്ടോ സ്വർണം വാങ്ങാൻ? എത്ര നെറികെട്ട നിലയിലാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ആക്ഷേപിക്കാൻ വേണ്ടി പ്രചരണം നടത്തിയത്. ഉളുപ്പും നാണമുണ്ടോ ഈ കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും ബി ജെ പിക്കാർക്കും? ഇതല്ലേ നടത്തിയത്? ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി അല്ലേ? പിന്നെ പറഞ്ഞു നമ്മുടെ KT ജലീൽ, അദ്ദേഹം ഖുറാനിൽ സ്വർണം കടത്തി അല്ലേ? അത് ഏറ്റുപിടിക്കാൻ നമ്മളെ ലീഗുകാരും അല്ലേ ഖുറാനിൽ സ്വർണം കടത്തി. എവിടെ പോയി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്? മിണ്ടിയോ? അനങ്ങിയോ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ തൃശ്ശൂർ ജില്ലയിലെ കൊടകര സ്റ്റേഷനിൽ ഒരു പരാതി. എന്താ പരാതി? ഞങ്ങൾ കാറിൽ പണം കൊണ്ടുവരുമ്പോൾ അത് തട്ടിപ്പറിച്ചു, ഞങ്ങളെ ഭീഷണിപ്പെടുത്തി, ആക്രമിച്ചു, ഞങ്ങളെ പുറത്തിറക്കിയിട്ട് ആ പണം തട്ടിപ്പറിച്ചു. പരാതിയിൽ പറഞ്ഞത് 25 ലക്ഷം 25 ലക്ഷം ഉറുപ്പ്യ തട്ടിപ്പറിച്ചു എന്നാ പരാതി. അതാ കൊടകര കുഴൽപ്പണ കേസ്. പോലീസ് അന്വേഷിച്ചല്ലോ. അന്വേഷിച്ച് നോക്കുമ്പോൾ 25 ലക്ഷമല്ല, പിന്നെയോ 3.5 കോടിയാണ് കാറിൻ്റെ രഹസ്യ അറയിൽ കൊണ്ടുവന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഈ ഏർപ്പാട് നടത്തിയത് അല്ലേ? പക്ഷേ പോലീസാണ്, കേരളത്തിലെ പോലീസ്, പിണറായി വിജയൻ നയിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസിലെ സത്യസന്ധരമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചു, കണ്ടെത്തി 3.5 കോടിയാണ്, 25 ലക്ഷമല്ല. എന്താ ഈ 3.5 കോടി പരാതിയിൽ പറയാതിരുന്നത്? ഇത് കൊണ്ടുവന്ന കള്ളപ്പണമാണ്. സുഹൃത്തുക്കളെ, എവിടുന്ന ഈ കള്ളപ്പണത്തിൻ്റെ ഉറവിടം? ഞാൻ നേരത്തെ പറഞ്ഞതാണ്. രാജ്യത്തിലെ കോർപ്പറേറ്റുകൾ ചോറ് കൊടുത്ത്, ഭക്ഷണം കൊടുത്ത് വളർത്തുന്ന ഈ സംഘമാണ് ഈ രാജ്യത്തിലെ വലതുപക്ഷ BJP, വലതുപക്ഷ കോൺഗ്രസ്. എത്ര പണം വേണമെങ്കിലും അവരെടുക്കുകയുണ്ട്. നമ്മുടെ ഈ മണ്ഡലത്തിൽ നിന്നാണല്ലോ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയങ്ക ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടത് അല്ലേ? പ്രിയങ്ക ഗാന്ധി മൂപ്പരിപ്പോൾ പറയാണ്, ഞങ്ങൾ നല്ല വിജയം ഞാൻ നേടി. പ്രിയങ്ക ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്നത് ആരുടെ കൂടിയാ? ഭർത്താവ് റോബർട്ട് വധേര അല്ലെങ്കിൽ വദ്ര. എത്ര കോടിയാണ് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തത്? 170 കോടി അല്ലേ? 170 കോടി ഉറുപ്പ്യ വദ്ര കൊടുക്കുന്നു. ആർക്ക്? BJPക്ക് ഇലക്ട്രൽ ബോണ്ടായിട്ട്. അവർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി കൂടെ വരുന്നു. ഭർത്താവാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഈ നാട്ടിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാർ. അതിൻ്റെ ഒരറ്റമാണ് ഈ കീഴ്പ്പെടുത്താമെന്നതാണ് ഈ ശക്തികൾ ധരിക്കുന്നത്. ആ ശക്തികൾക്കെതിരെ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF സർക്കാർ. ആ സർക്കാരിനെതിരായിട്ട്
നാനാ പ്രകാരത്തിലുള്ള കടന്നാക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. നമ്മുടെ സർക്കാർ പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാവുന്നോ അപ്പം കൂടെ നിൽക്കും. വയനാട് ദുരന്തം നമ്മൾ കണ്ടില്ലേ, 4 മന്ത്രിമാരാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ പോയത്. മുഖ്യമന്ത്രി അത് ദിവസം കൂടിയാലോചിക്കുന്നു, വയനാട് ദുരന്തത്തെ തുടർന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, ദുരിതാശ്വാസ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, എല്ലാ നിലയ്ക്കും ഇടപെടുന്നു. ഇവിടുത്തെ ഗാന്ധി അല്ലേ, മൂപ്പര് വൺ ഡേ സുൽത്താനാണ്, മനസ്സിലായില്ലേ? ഏക് ദുൻ കാ സുൽത്താൻ. ആ ഒരു ദിവസം പ്രത്യക്ഷപ്പെടും, അടുത്ത ദിവസം മുങ്ങും. അതുപോലെയല്ല കേരളത്തിലെ മന്ത്രിമാർ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ പ്രവർത്തിച്ചത്. അവിടെ നമ്മുടെ അമ്മമാർക്ക് സംരക്ഷണം കൊടുക്കുന്ന വിദ്വാൻ വന്നു അല്ലേ, മോദി. മൂപ്പര് വന്നു. അപ്പോൾ ജൂലൈ 30 ദുരന്തമുണ്ടായി. 10 ദിവസം കഴിയുമ്പോഴേക്ക് അതാ മോദി പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ മനോരമ, മാതൃഭൂമി ചാനലുകളൊക്കെ പറഞ്ഞു, കണ്ടോ വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടി ഇതാ അവതരിക്കുന്നു ആള്. മോദി വരുന്നു. മോദി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയല്ലോ, പ്രധാനമന്ത്രിയെ നല്ല നിലക്ക് ആദരിച്ചു, വരവേറ്റു. അവിടെ പോയി ദുരന്ത പ്രദേശം കണ്ടു, എല്ലാം ചൂണ്ടിക്കാട്ടിച്ചു കൊടുത്തു. എന്നിട്ടോ ആസ്പത്രിയിൽ പോയി. അപ്പോൾ അവിടെ കിടക്കുന്ന ഒരു കുഞ്ഞ്, നിഷ്കളങ്കിയായിട്ടുള്ള ആ കുഞ്ഞ്, ഇത് മോദിയാണ്, RSS ആണെന്നൊന്നും അദ്ദേഹം ആ കുട്ടി തിരിച്ചറിഞ്ഞില്ല. പിന്നെയോ വരുന്നു, താടിയോടുകൂടിയുള്ള ഒരു മനുഷ്യൻ, അതും നരച്ച താടി ഇങ്ങനെ തടവി അല്ലേ ആ കുഞ്ഞിന് മോദി ഉമ്മ കൊടുത്തു. നല്ല കാര്യം. രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ മറ്റൊന്നും പറയുന്നില്ല. പക്ഷെ സുഹൃത്തുക്കളെ, 4 മാസം കഴിഞ്ഞിട്ട് ചില്ലിക്കാശ് തന്നോ നമുക്ക്? ഈ കേരളത്തിലെ അതിതീവ്ര ദുരന്തം നടന്നിട്ടുള്ള ഈ സംസ്ഥാനത്ത് ആവശ്യമായിട്ടുള്ള സഹായം നൽകിയോ ഈ BJP ഗവൺമെന്റ്? അതിനെതിരായിട്ട് ഈ ജനങ്ങളെ അണിനിരത്താൻ വേണ്ടി കോൺഗ്രസ് ഉണ്ടായോ? കോൺഗ്രസ് പേരിന് ചില പ്രതിഷേധം നടത്തി. നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനെ ഏതെല്ലാം നിലക്കാണ് ശ്വാസം മുട്ടിക്കാൻ BJP ഗവൺമെന്റ് ശ്രമിക്കുന്നത്? നമ്മുടെ വികസന പദ്ധതികൾ അട്ടിമറിക്കാൻ വേണ്ടി സംസ്ഥാനമെടുക്കുന്ന കടത്തിൻ്റെ പരിധി വെട്ടിക്കുറച്ചു. സംസ്ഥാനമെടുക്കുന്ന കടം ആ കടത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ട് പെൻഷൻ കമ്പനിയുടെ പണം, പെൻഷൻ കമ്പനിയുടെ വായ്പ, അതുപോലെ കിഫ്ബിയുടെ വായ്പ എല്ലാം ഉൾപ്പെടുത്തി നമ്മളെ ശ്വാസം മുട്ടിച്ചു. പെൻഷൻ തുടർച്ചയായി കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പിന്നിൽ ഇതാണ്. ഇത് ഈ നാട്ടിലെ ജനങ്ങളോട് സത്യസന്ധമായി തുറന്നു പറയാൻ കോൺഗ്രസ് ഉണ്ടോ, ലീഗ് ഉണ്ടോ? ഒന്നുമില്ല. നമ്മുടെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തി രാജ്ഭവനിലേക്ക് മാർച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നമുക്ക് അർഹതമായത് കിട്ടണം, തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രതിഷേധമുയർത്തി. പിറ്റേ ദിവസം മനോരമ പത്രവും മാതൃഭൂമി പത്രവും നോക്കിയപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ആ പത്രങ്ങൾ തയ്യാറായോ? ഇല്ല, പത്രങ്ങളതൊന്നും തയ്യാറായില്ല. കേരള വിരുദ്ധമായിട്ടുള്ള നിലപാട് ഈ വലതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും സ്വീകരിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്? ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മളെ ദ്രോഹിക്കുക, കേരളത്തിലെ സർക്കാരിനെ ദ്രോഹിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ ജനങ്ങൾക്ക് മുമ്പിൽ മോശമായി ചിത്രീകരിക്കുക. അതിനുവേണ്ടി വസ്തുതകൾ പറയാൻ മടിക്കുന്ന ഒരു വലതുപക്ഷം, വസ്തുതകൾ മറച്ചുവെക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ, ഇതാണ് ഈ നാട്ടിലെ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയേണ്ടത്. നമ്മുടെ കേരളത്തിൽ പല പ്രകാരത്തിലും വർഗീയവൽക്കരണം നടത്താനുള്ള ശ്രമമുണ്ട്. ആ വർഗീയവൽക്കരണം നമ്മുടെ നാടിന് ആപത്താണ്. ഇത് തുറന്നു പറയാൻ CPM-ഉം ഇടതുപക്ഷവും മാത്രമാണ്. ആ വർഗീയവൽക്കരണത്തിൻ്റെ അപായ സൂചനയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. ഇവിടെ വർഗീയ സംഘർഷമില്ല, വർഗീയ കലാപങ്ങളില്ല, അത് അനുവദിക്കുന്നില്ല. പക്ഷേ ജനങ്ങളെ വർഗീയവൽക്കരിക്കാനുള്ള ആസൂത്രമായിട്ടുള്ള പരിശ്രമം നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP-ക്ക് ഒരു സീറ്റ് കിട്ടിയത്.
നമ്മുടെ സുരേഷ് ഗോപി മൂപ്പര് തൃശ്ശൂർ സീറ്റ് ഇങ്ങ് എടുത്തു പോയി അല്ലേ? തൃശ്ശൂർ സീറ്റ് BJP കൊടുത്തത് ആരാണ്? ഈ നാട്ടിലെ UDF ആണ്. 86,000 വോട്ട് 19 തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി കിട്ടിയ വോട്ട് കാണുന്നില്ല. എവിടെ പോയി? 73,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി സുരേഷ് ഗോപി ജയിക്കുന്നു. LDF-നെ 19 കിട്ടിയതിനേക്കാളും 17,000 വോട്ട് വർദ്ധിപ്പിച്ചപ്പോൾ UDF-ന് കിട്ടിയ വോട്ട് 86,000 പോയി, 73,000-ന് സുരേഷ് ഗോപി ജയിക്കുന്നു. ഇവിടെ CPM-നെ സംബന്ധിച്ച് ഒരു കാര്യം ഈ നാട്ടിന് മുമ്പിൽ അഭിമാനപൂർവ്വം പറയാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് പലയിടത്തും RSS BJP ജനസ്വാധീനം നേടിയിട്ടുണ്ട്. BJP പല സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ വന്നിട്ടുണ്ട്. കോൺഗ്രസിനെ തകർത്തുകൊണ്ടാണ് BJP ആ സംസ്ഥാനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ RSS-ന്റെ ശാഖകൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ BJP-ക്ക് ശാശ്വതമായിട്ടൊരു MP ഉണ്ടായില്ല, ശാശ്വതമായിട്ടൊരു MLA ഉണ്ടായില്ല. എന്തുകൊണ്ട്? അവിടെയാണ് CPIM അഭിമാനപൂർവ്വം പറയുന്നത് ജീവൻ കൊടുത്തും CPM നടത്തിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് അത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടായത്. നിങ്ങൾ നോക്കൂ, മലപ്പുറം ജില്ല ഉൾപ്പെടെ CPM-ന്റെ 218 സഖാക്കളിയാണ് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ RSS സംഘം കൊലപ്പെടുത്തിയത്. RSS-ന് മുമ്പിലുള്ള ഏറ്റവും വലിയ തടസ്സം, RSS-നെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് CPIM. RSS ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ശക്തിയാണെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുക മാത്രമല്ല, അവരുടെ നാനാവിധത്തിലുള്ള അധിനിവേശ ശ്രമങ്ങളെ ചെറുത്തിട്ടുള്ള പാർട്ടിയാണ് CPIM. ഇപ്പോൾ കുറച്ചായിട്ട് സംഘർഷമൊന്നുമില്ല. 218 സഖാക്കളുടെ ജീവാർപ്പണം, നിരവധി സഖാക്കളുടെ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി RSS BJP-യെ പ്രതിരോധിക്കാൻ കഴിഞ്ഞ സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഈ അടുത്ത കാലത്തായി സംഘർഷമൊന്നുമില്ല. അപ്പോൾ RSS പുതിയ ശൈലിയിൽ സമൂഹത്തിൽ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു. അതിന് കുറച്ച് ഫലമുണ്ടായി. അതിൻ്റെ ഫലമായിട്ടാണ് BJP-ക്ക് പലയിടത്തും വോട്ട് കൂടിയത്. CPM ഇത് സംബന്ധിച്ച് ഗൗരവമായിട്ട് വിലയിരുത്തി. ഇതൊരു അപായ സൂചനയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ സീറ്റ് BJP-ക്ക് ജയിക്കാൻ കഴിഞ്ഞതും BJP-ക്ക് പലയിടത്തും വോട്ട് വർദ്ധിച്ചതും കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിന് നിരക്കാത്തതാണ്. അതൊരു അപായ സൂചനയാണ്. കോൺഗ്രസ് പറഞ്ഞോ? ഇതേവരെ പറഞ്ഞതായി നിങ്ങൾ കേട്ടോ? ന്യൂനപക്ഷത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് പറഞ്ഞോ? സുഹൃത്തുക്കളെ, CPIM പറയുന്നു. ഞങ്ങളുടെ സമ്മേളനത്തിലൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യം ഇതാണ്. നമ്മുടെ കേരളത്തിൽ നമ്മുടെ മഹത്തായ മതനിരപേക്ഷ പാരമ്പര്യത്തിന് വിഘാതം സൃഷ്ടിക്കുമാറ് ഹിന്ദുത്വ തീവ്രവാദ ആശയങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുന്നു. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഏതെല്ലാം ശൈലിയിലാണ് RSS-ന്റെ പ്രവർത്തനം? അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നു CPIM. എങ്ങനെയാണ്? ഒന്ന്, ഹിന്ദു ആരാധനാലയങ്ങളിൽ നുഴഞ്ഞു കയറി അവിടെ വർഗീയാശയങ്ങൾ പ്രചരിപ്പിക്കുക. മറ്റൊന്ന്, ജാതി സംഘടനകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുത്വ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. ഈ തരത്തിലാണ് RSS-ന്റെ പ്രവർത്തനം. ഇവിടെ നിങ്ങൾ നോക്കൂ, കേരളത്തിലെ ഏറ്റവും വലിയ സാമുദായിക സംഘടനയാണ് SNDP യോഗം. SNDP യോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണരൂപം എന്താ? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അല്ലേ? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. എന്താ ശ്രീനാരായണ ധർമ്മം പഠിപ്പിക്കുന്നത്? മനുഷ്യാണാം മനുഷ്യത്വം ജാതി, ജാതിർ ഗോത്വം ഗവാം യഥ എന്നാണ്. പശുവിന് പശുത്വം പോലെ മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വം. ദാ ശ്രീനാരായണ ഗുരു. ആ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം പിന്തുടർന്നുകൊണ്ട് നമ്മുടെ പാരമ്പര്യത്തിൽ തന്നെ ഉൾച്ചേർന്നിട്ടുള്ള മതനിരപേക്ഷതയെ തകർക്കാൻ വേണ്ടി ഇന്ന് ജാതി സംഘടനകളെ, സമുദായ സംഘടനകളെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു. വലിയ ജാതി സംഘടനകളെ മാത്രമല്ല, കൊച്ചു കൊച്ചു ജാതി സംഘടനകളെ പോലും RSS-ന്റെ പ്രചാരത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു.
ഇത് നാട്ടിലെ ജനങ്ങളോട് തുറന്നു പറഞ്ഞത് CPM മാത്രം, വേറെ ഒരു പാർട്ടി പറയുന്നുണ്ടോ? SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ മൈസൂരിൽ പോയിട്ടൊരു പ്രസംഗം നടത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. മൈസൂർ പ്രസംഗത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് അദ്ദേഹം പറഞ്ഞു, നായാടി മുതൽ നസ്രാണി വരെ യോജിക്കണം എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ BJPക്കാരുടെ അജണ്ട എങ്ങനെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഏറ്റെടുക്കുന്നത്? BJPക്കാരുടെ മുദ്രാവാക്യം എന്താണ്? നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം എന്നാണ്. അപ്പം നായാടിക്കും ആവേശം. സുഹൃത്തുക്കളെ, ആരായി നായാടി? നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആരായി നായാടി? നായാടി മറ്റ് ജാതിക്കാരുടെ മുമ്പിൽ ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ള വിഭാഗമായിട്ട് കണക്കാക്കപ്പെട്ടവരാണ്. അതാ നായാടി. അപ്പം നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം എന്ന് BJP മുദ്രാവാക്യം വന്നപ്പോൾ നായാടിക്കൊരു അഭിമാനം കൂടി. കാരണം എന്താ? മരത്തിൻ്റെ മറക്ക് പിന്നിൽ അല്ലെങ്കിൽ കൈതക്കൂട്ടത്തിൻ്റെ മറക്ക് പിന്നിലിരുന്ന് ഭിക്ഷയാചിച്ചിരുന്ന ആ പഴയ നായാടി, അതറിയാവുന്ന ഇപ്പോഴത്തെ നായാടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, അവർക്ക് കുറച്ച് കരുത്ത് കൂടുകയാണ്. ഞാൻ ഹിന്ദു ആയിരിക്കുന്നു എന്നതാണ് അവരുടെ തെറ്റായ തോന്നൽ. എല്ലാ വിഭാഗങ്ങളും ഇങ്ങനെയാണ്. അതാണ്, ഹിന്ദുവായി കഴിഞ്ഞിരിക്കുന്നു ഈ ജാതി വിഭാഗങ്ങൾ. നായാടിയെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിക്ക് ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹം 5 തവണയാണ് കേരളം സന്ദർശിച്ചത്. ഒരു തവണ പാലക്കാട് വന്നപ്പോൾ രാവിലെ ഒരു മനുഷ്യൻ്റെ ദയനീയമായിട്ടുള്ള ശബ്ദം കേട്ടു. അദ്ദേഹം കൂടെയുള്ള കോൺഗ്രസ് നേതാവ് രാജാജിയോട് ചോദിച്ചു, എന്താ കേൾക്കുന്ന ശബ്ദം? അപ്പോൾ രാജാജി പറഞ്ഞു, മഹാത്മജി, അത് നായാടി ഭിക്ഷയാചിക്കുന്ന ശബ്ദമാണ്. ഭിക്ഷയാചിക്കുക നായാടി, ദൂരത്ത് നിന്ന് ദയനീയമായിട്ടുള്ള കരച്ചൽ. അതാ നായാടി. നായാടി മുതൽ നമ്പൂതിരി വരെ യോജിക്കണം. അതിൻ്റെ അപ്പുറത്ത് യോജിക്കാൻ പറ്റില്ല ആരും. അവിടെയാണ് ശ്രീനാരായണ ധർമ്മം, മനുഷ്യാണാം മനുഷ്യത്വം, മനുഷ്യത്വമുള്ളവരെല്ലാം ഒരു ജാതിയാണെന്ന് ഉദ്ഘോഷിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ പേരും പറഞ്ഞ് പ്രവർത്തിക്കുന്ന SNDP യോഗത്തിൻ്റെ നേതാവ് ഇപ്പോൾ പറയുന്നത്, BJPയെ കടത്തി വെട്ടിക്കൊണ്ട് പറയുന്നത്, നായാടി മുതൽ നസ്രാണി വരെ യോജിക്കണം. മനസ്സിലായില്ലേ? ഹിന്ദു വിഭാഗത്തിൽ എല്ലാ ജാതിക്കാരും യോജിക്കണം, അതോടൊപ്പം ക്രിസ്ത്യാനികൾ യോജിക്കണം. അതിൻ്റെ അപ്പുറത്ത് ഈ നാട്ടിൽ മനുഷ്യരില്ലേ? മറ്റ് മതസ്ഥരായിട്ടുള്ള മനുഷ്യരില്ലേ? എന്താണ് നടേശന് തോന്നാതിരുന്നത്? അപ്പോൾ RSSൻ്റെ വക്താക്കളായി പലരും മാറുകയാണ്. എങ്ങനെയാണ്? പലതരത്തിലുള്ള പ്രലോഭനങ്ങളാണ്. ഇങ്ങനെയാണ് വർഗീയവൽക്കരണം നടത്തുന്നത്. ആ വർഗീയവൽക്കരണത്തെ ഗൗരവമായി കാണാതെ നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗ് ഇപ്പം ആരെയാ കെട്ടിപ്പുണരുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ അല്ലേ? പിന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള SDPI, മുസ്ലിം ഏകീകരണം. ഇപ്പുറത്ത് ഹിന്ദു ഏകീകരണം, അപ്പുറത്ത് മുസ്ലിം ഏകീകരണം. ഈ നാട് എങ്ങോട്ട് പോകും? ഇവിടെ നാനാ വിശ്വാസികളുണ്ട്, നാനാ മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്, അതനുസരിച്ച് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കുന്നവരുണ്ട്. അത് എത്രയോ നൂറ്റാണ്ടുകളായി തുടർന്നു വരികയാണ്. അവിടെ ഇപ്പോൾ മതരാഷ്ട്രവാദികളായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നു. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ഇടക്ക് ഒരു തെറ്റുണ്ടായി, തമ്മിൽ തെറ്റി. എപ്പോഴാണ്? കേരളത്തെ ഞെട്ടിച്ചൊരു അക്രമ സംഭവത്തെ തുടർന്നാണ്. 2010 തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ അധ്യാപകൻ ജോസഫ് മാഷെ കൈവെട്ടി. ആരാ കൈവെട്ടിയത്? പോപ്പുലർ ഫ്രണ്ടുകാർ. എന്തേ കുറ്റാരോപണം? അദ്ദേഹം ചോദ്യപേപ്പർ തയ്യാറാക്കുമ്പോൾ നബി തിരുമേനി ആക്ഷേപിച്ചു, മതനിന്ദ നടത്തി എന്നുള്ള ആക്ഷേപം. നമ്മുടെ മലയാളത്തിലൊരു പത്രമുണ്ട്, മാധ്യമം, ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമാണ്. പക്ഷേ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ നാവാണ് എന്നുള്ള അതിൻ്റെ അസ്തിത്വം മറച്ചു വെച്ചുകൊണ്ടാണ് മാധ്യമം നമ്മുടെ നാട്ടിൽ പ്രചരിച്ചത്. പക്ഷേ വേണ്ട സന്ദർഭത്തിൽ നല്ല രീതിയിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ മടി കാണിക്കാത്ത ഒരു പത്രമാണ് മാധ്യമം. ജോസഫ് മാഷയുടെ കൈവെട്ടിലേക്ക് എത്തിയിട്ടുള്ള അക്രമ സംഭവത്തിന് പ്രേരണ നൽകും വിധം മാധ്യമം പത്രത്തിൽ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ നിലക്ക് എതിർപ്പുണ്ടായി. മുസ്ലിം സമുദായത്തിൽ തന്നെ, ലീഗ് അണികളിൽ തന്നെ എതിർപ്പുണ്ടായി. ലീഗുകാർ
കോട്ടക്കലിൽ മതസംഘടനാ യോഗം വിളിച്ചു. അതിൽ പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഒഴിവാക്കി. നല്ല കാര്യം. ലീഗ് അന്ന് ചെയ്തത് സ്വാഗതാർഹമായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ചൊടിച്ചു. അവരതിന് കൃത്യമായി ലീഗിന് തലക്ക് ഒരു കിഴുക്ക് കൊടുത്തു അല്ലേ? ആ യോഗത്തെപ്പറ്റി പരിഹസിച്ചിട്ട് മാധ്യമം പത്രം എഴുതി തീവ്രവാദത്തിനെതിരായിട്ടുള്ള കോട്ടക്കൽ കഷായം അല്ലേ? കൈപ്പുള്ള കഷായമാണ് കോട്ടക്കൽ നിന്ന് ഉണ്ടാക്കുക. തീവ്രവാദത്തിനെതിരായിട്ടുള്ള കോട്ടക്കൽ കഷായം എന്ന് പരിഹസിച്ച് ലേഖനം എഴുതിയപ്പോൾ ലീഗിനും തോന്നി ഈ കൈപ്പുള്ള കഷായം കുറച്ച് കുടിച്ചു കളിയാ. അവരുടെ നിലപാട് മാറ്റിയല്ലോ. തുടർന്ന് ഇങ്ങോട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ലീഗ് കൂട്ടണം, ജമാഅത്തെ ഇസ്ലാമി കൂട്ടണം, പോപ്പുലർ ഫ്രണ്ട്. ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം കണ്ടതാണല്ലോ മുസ്ലിം ഏകീകരണം. ഈ നാട്ടിലെ മുസ്ലിം ലീഗിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചിന്തിക്കണം. മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ജമാഅത്തെ ഇസ്ലാമിക്കെതിരാണ്. മൗദൂദിയുടെ നയങ്ങളെ, മൗദൂദിയുടെ പ്രത്യയശാസ്ത്രത്തെ എതിർക്കുന്നവരാണ് മുസ്ലിം ബഹുജനങ്ങളിൽ മഹാഭൂരിപക്ഷവും. അത് ലീഗിനും ബാധകമാണ്. പക്ഷേ ലീഗ് നേതൃത്വത്തിൻ്റെ അധികാര കൊതിക്ക് യാതൊരു അതിരുമില്ല. അതിനുവേണ്ടി എല്ലാ തീവ്രവാദ ശക്തികളെയും കൂട്ടുപിടിക്കുന്ന നിലപാടിലേക്കാണ് ഈ രാജ്യത്തിലെ ലീഗ് നേതൃത്വം ചെയ്തിട്ടുള്ളത്. ലീഗിൻ്റെ ഈ നിലപാടിനെ തിരുത്താൻ കഴിയേണ്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ് മിണ്ടുവോ? ഇല്ല. കോൺഗ്രസ് ഇതിന് കൂട്ടുനിൽക്കുകയാണ്. നോക്കണം, മതനിരപേക്ഷതയുടെ അടിത്തറക്ക് ദ്രോഹം വരുത്തുന്ന നിലക്ക്, അടിത്തറ തകർക്കുന്ന നിലക്ക് ഇവിടെ വർഗീയ ധ്രുവീകരണം നടത്താനുള്ള എല്ലാ ശ്രമങ്ങൾക്കും കേരളത്തിലെ കോൺഗ്രസ് കൂട്ടുനിൽക്കുകയാണ്. ഇവിടെ CPM-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും ഒരു സംശയവുമില്ല. എല്ലാ വർഗീയതയും എതിർക്കുന്ന പാർട്ടിയാണ്. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റായിട്ടുള്ള രീതികൾ വന്നാൽ അതിനെയും പാർട്ടി എതിർത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ക്രിസ്തീയ ബിഷപ്പ് ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ, ഇവിടെ ജിഹാദ് ഇതാണ്, ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് ജിഹാദ് നടത്തുന്നു. അപ്പോൾ ജിഹാദ് മോശമായിട്ട് ചിത്രീകരിച്ചു. മയക്കുമരുന്ന് ജിഹാദ് ഉണ്ട് എന്നാണ് ഒരു ക്രിസ്തീയ ബിഷപ്പ് പറഞ്ഞത്. നമ്മുടെ മുഖ്യമന്ത്രി കൃത്യമായ മറുപടി പറഞ്ഞല്ലോ. കേരളത്തിലെ മയക്കുമരുന്ന് കേസുകൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ പ്രതികളാണ്. അതൊരു മതത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് നാനാതരത്തിലുള്ള വർഗീയ പരിശ്രമങ്ങളെ എതിർക്കണം. പക്ഷെ കേരളത്തിൽ ആ വർഗീയ പരിശ്രമങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഒരു വിഷയമാണല്ലോ വഖഫ്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം. വഖഫിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ BJP-ക്കാർ ഉറഞ്ഞു തുള്ളുകയാണല്ലോ. വഖഫ് നിയമം തന്നെ ഇല്ലാതാക്കുന്നതിനുള്ള നീക്കം BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വഖഫ് എന്ന് വിശദീകരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ധനാഢ്യന്മാർ സക്കാത്ത് കൊടുക്കുന്നത് പോലെ വരുമാനമുള്ളവർ വരുമാനത്തിൻ്റെ ഒരു ഭാഗം സക്കാത്തായിട്ട് കൊടുക്കുക. ഇതേപോലെ പ്രാധാന്യമുള്ളതാണല്ലോ വഖഫിയൽ. നമ്മുടെ രാജ്യത്ത് വഖഫ് നിയമമുണ്ട്. ഒന്നുകിൽ പരമ്പരാഗതമായിട്ട് ആർജിച്ച സ്വത്ത്, അല്ലെങ്കിൽ സ്വയം ആർജിച്ച സ്വത്ത് സമുദായത്തിന് വേണ്ടി ഇഷ്ടദാനം കൊടുക്കലാണ് വഖഫിയ എന്ന് പറഞ്ഞാൽ. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ 30 പേജുകളിലാണ് വഖഫ് സംബന്ധിച്ച് എഴുതിയിട്ടുള്ളത്. രാജ്യത്തുടനീളം വഖഫ് ചെയ്യപ്പെട്ട സ്വത്ത് അന്യാധീനപ്പെടുന്നു. രാജ്യത്തുടനീളമുണ്ട്, കേരളത്തിലുണ്ട്. ഇപ്പം മുനമ്പം വിഷയം വന്നപ്പോൾ വലിയ ചർച്ചാ വിഷയമായല്ലോ. അപ്പോൾ നമ്മളെ ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത് ആ കേരളത്തിലെ VS ഗവൺമെൻറ് കാലത്ത് നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷനാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത് എന്നാണ്. മനസ്സിലായില്ലേ? അവിടെയും ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താൻ ആര്? നമ്മളെ കുഞ്ഞാലിക്കുട്ടി, ലീഗിൻ്റെ നേതാവ്. VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട ഘട്ടത്തിൽ വഖഫ് ഭൂമി, വഖഫ് സ്വത്ത് അന്യാധീനപ്പെടുന്നത് സംബന്ധിച്ച് ഒട്ടനവധി പരാതികൾ വന്നിട്ടുണ്ട്. ഇസ്ലാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്താ വഖഫ്? അത് പടച്ചോൻ്റെ സ്വത്താണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പടച്ചോൻ്റെ സ്വത്തായി കണക്കാക്കപ്പെടുന്ന
വഖഫ് സ്വത്തുകൾ ഈ കേരളത്തിൽ അന്യാധീനപ്പെട്ടതിന് പ്രധാനപ്പെട്ട രീതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടവർ മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ്. നിഷേധിക്കാൻ കഴിയോ കുഞ്ഞാലിക്കുട്ടിക്ക്? അതാ VS ഗവൺമെന്റ് നിയോഗിച്ച ജസ്റ്റിസ് മുൻ ജഡ്ജി MA നിസാർ കമ്മീഷൻ അന്വേഷിച്ചിട്ട് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്തു. വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടിരിക്കുന്നു, വഖഫ് സ്വത്തുകൾ തിരിമറി ചെയ്തിരിക്കുന്നു. ആ അന്വേഷണ റിപ്പോർട്ടിൽ ഒരു ഭാഗം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാം. വഖഫ് സ്വത്തിൽ നിന്നുള്ള വരുമാനം ആർക്കാണ് കൊടുക്കേണ്ടത്? ലീഗുകാരെ, അനാഥന്മാർക്ക്, അല്ലേ, യത്തീംഖാനകൾക്ക്. സുപ്രീം കോടതി വിധി അനുസരിച്ച് വിവാഹമോചിതയായിട്ടുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനൊക്കെ ഉപയോഗിക്കേണ്ട സ്വത്ത് ഈ ലീഗിന്റെ നേതൃത്വത്തിലുള്ള വഖഫ് ബോർഡ് കേരളത്തിൽ അധികാരത്തിലുള്ള സമയത്ത് എന്താ ചെയ്തത്? അവര് ആ റിപ്പോർട്ടിലെ ഒരു ഭാഗം ഈ വഖഫ് സ്വത്തിലെ വരുമാനം 50,000 ഉറുപ്പിക, 50,000 എന്ന് പറഞ്ഞാൽ 5 ലക്ഷത്തിൻ്റെ വിലയുണ്ട്. ഏത് അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ലീഗിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് സോവനീർ അടിക്കാൻ കൊടുത്തു. മനസ്സിലായില്ലേ? പടച്ചോൻ്റെ സ്വത്തെ നോക്കണം നിങ്ങൾ. ഇതാ ലീഗ്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് വിഷമം ഉണ്ടാവും. ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നാൽ ലീഗാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുക, ലീഗ് നേതാക്കന്മാരാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുക എന്നത് അവരെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. കണ്ണൂർ ജില്ലയിലെ ഒരു വഖഫ് സ്വത്തുണ്ട്, 600-ലധികം ഏക്കർ വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 1937 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 10 വർഷങ്ങൾക്ക് മുമ്പ് വഖഫ് ചെയ്യപ്പെട്ട ഒരു സ്വത്ത് 600 ഏക്കർ ഭൂമി തളിപ്പറമ്പ് ടൗണിൽ കണ്ണായ സ്ഥലത്ത് ഇപ്പോൾ 60 ഏക്കറാണ്. അവിടെ പോയി എല്ലാം പടച്ചോൻ്റെ സ്വത്ത് സ്വാം ഗുരുനായ, അല്ലേ, ലീഗ് നേതാക്കന്മാർ. അപ്പോൾ വിഷമം ഉണ്ടാവും. ഇതൊക്കെ പുറത്തു വരുമ്പോൾ വിഷമം ഉണ്ടാവും. ഒരു ഭാഗത്ത് ലീഗ് ഈ വഖഫ് സ്വത്ത് അന്യാധീനപ്പെടുന്നത് സംബന്ധിച്ച് ഒരക്ഷരം ഉരിയാടുന്നില്ല. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി പറഞ്ഞു, ഇതിനകത്ത് നിയമപ്രശ്നമുണ്ട്, സാങ്കേതികമായിട്ടുള്ള കാര്യമുണ്ട്, അതോടൊപ്പം കൈവശക്കാരുടെ വിഷയമുണ്ട്. ആ കൈവശക്കാർക്ക് ഒഴിഞ്ഞു പോകേണ്ടി വരില്ല, ഞങ്ങൾ സംരക്ഷണം കൊടുക്കും. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചല്ലോ. അപ്പോൾ BJP-ക്കാർ ഹിന്ദു ഐക്യവേദിയായിട്ട് രംഗത്ത് വരികയാണ്. വഖഫ് ഭീകരത, മനസ്സിലായില്ലേ? ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തിനെതിരായിട്ട് നേരിട്ട് കടന്നാക്രമണം നടത്തുന്നതിലൊക്കെ BJP വരുമ്പോൾ കോൺഗ്രസ് ഉണ്ടണ്ടേ? കോൺഗ്രസ് അനങ്ങുന്നില്ല. ലീഗ് ഉണ്ടണ്ടേ? ലീഗ് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ MA നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടിലെ ഭാഗങ്ങളൊക്കെ പുറത്തു വരും. ഈ കേരളത്തിലെ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടതിന് ഉത്തരവാദികളായിട്ടുള്ള ലീഗിന്റെ കണക്കുകൾ, ലീഗിന്റെ കള്ളികൾ പുറത്തു വരും. അതുകൊണ്ട് അവരും മിണ്ടുന്നില്ല. ഇപ്പോൾ SDPI-ക്കാർ തുടങ്ങിയിട്ടുണ്ട് മദ്രസ വഖഫ്. പക്ഷെ വർഗീയത ശക്തിപ്പെടുത്താനാണ് അവരുടെ ശ്രമം. പക്ഷെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു, വഖഫ് സ്വത്തുകളെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ട്. കാരണം ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഹൈക്കോടതി വിധി പറഞ്ഞിട്ടുണ്ട്, കൈവശക്കാർക്ക് നികുതി അടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത സർക്കാരിൻ്റെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിയമപരമായിട്ടുള്ള പ്രശ്നമുണ്ട്. അതേസമയം കൈവശക്കാരൊന്നുകൊണ്ടും പേടിക്കണ്ട. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ്. അത് വഖഫിൻ്റെ സ്വത്തായാലും തിരക്കേടില്ല, ഇപ്പുറത്ത് ദേവസ്വം ഭൂമിയായാലും തിരക്കേടില്ല. പല കാരണങ്ങളാൽ അവരുടെ കൈവശം വന്നു, 20-30 വർഷവുമായിട്ട് താമസിക്കുന്നു. അവരുടെ വിഷയം പ്രത്യേകമായിട്ട് പരിഗണിക്കും. മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനൊരു ചരിത്രപരമായിട്ടുള്ള പിൻബലമുണ്ട്, അത് മനസ്സിലാക്കണം. ഈ നാട്ടിലെ കൈവശ കൃഷിക്കാർക്ക് വേണ്ടി എല്ലാ കാലത്തും പോരാടിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കർഷക പ്രസ്ഥാനം. BJP-ക്കാർ ഇതിനെ വർഗീയവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. ആ BJP-ക്കാരോട് പറയാം, കൊട്ടിയൂരിലെ ദേവസ്വം ഭൂമി ആണ്, ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ വകയായി ഉണ്ടായിരുന്നത്. അവിടെ തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിൽ നിന്നും കൃഷിക്കാർ വന്നു, കുടിയേറ്റ കൃഷിക്കാർ. അവരവിടെ കാട് വെട്ടിത്തെളിച്ചു, അവിടെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമിയാക്കി മാറ്റി. അവർക്ക് വർഷങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡിൻ്റെ നോട്ടീസ്,
കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ നോട്ടീസ് വന്നു ഒഴിപ്പിക്കാൻ. അന്ന് മഹാനായിട്ടുള്ള AKG ആണ് ഓടിയെത്തിയത് കുടിയേറ്റ കൃഷിക്കാർക്ക് വേണ്ടി പോരാടാൻ. AKG ഓടിയെത്തിയപ്പോൾ 1959 EMS ഗവൺമെന്റിനെതിരായി വിമോചന സമരത്തിൻ്റെ ഭാഗമായി അണിനിരന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ക്രിസ്തീയ പുരോഹിതൻ ഈ കുടിയേറ്റ കൃഷിക്കാരുടെ കണ്ണീരൊപ്പാൻ വന്നു. അദ്ദേഹം കണ്ടു കമ്മ്യൂണിസ്റ്റുകാരാണ് കുടിയേറ്റ കൃഷിക്കാർക്ക് വേണ്ടി പോരാടുന്നത്. ആ ഫാദർ വടക്കൻ ആരായിരുന്നു സുഹൃത്തുക്കളെ? ഈ കോൺഗ്രസ് പറയുന്നതും കേട്ട് EMS ഗവൺമെന്റിനെതിരായിട്ട് എല്ലാ നുണകളും പ്രചരിപ്പിച്ച ഒരു പ്രഭാഷകനായിരുന്നു ഫാദർ വടക്കൻ. AKGയും ഫാദർ വടക്കനും യോജിച്ചു കൊട്ടിയൂരിലെ കൃഷിക്കാരുടെ കൈവശ ഭൂമി സംരക്ഷിക്കാൻ. അതുകൊണ്ട് സഖാവ് പിണറായി കൈവശക്കാരെ ഒഴിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് ചരിത്രത്തിൻ്റെ പിൻബലമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും കർഷക പ്രസ്ഥാനത്തിൻ്റെയും നിലപാടുമായി ഒത്തുപോകുന്നതാണ്. ഇതാണ് അക്കാര്യത്തിൽ CPMൻ്റെ നിലപാട്. ഞാൻ വിശദമായി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ CPIM എന്ന പാർട്ടി കൂടുതൽ ശക്തിപ്പെടണം. ഈ പാർട്ടിക്ക് എവിടെയെല്ലാം നേട്ടമുണ്ടായിട്ടുണ്ടോ ആ നേട്ടങ്ങളിൽ ഉറച്ചുകൊണ്ട് എവിടെയെല്ലാം ദൗർബല്യങ്ങളും പോരായ്മകളും വീഴ്ചകളുമുണ്ടോ അവ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതാണ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, ഈ നാടിനു വേണ്ടി പോരാടുന്ന പാർട്ടിയാണ് CPIM. ഈ പാർട്ടിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം CPM ബന്ധുക്കൾക്ക് മാത്രമല്ല, രാജ്യത്തിലെ ജനാധിപത്യത്തെയും